മുൻ കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിൻ്റെ കൂടെ എത്രയോ നാൾ ഒരു കോളേജ് അധ്യാപകനായിരുന്ന KV തോമസ്, അദ്ദേഹത്തെ CPM, അതായത് പിണറായി വിജയൻ, ഒരു ക്യാബിനറ്റ് പദവി കൊടുത്ത് ലൈസൺ വർക്ക് ചെയ്യാൻ വേണ്ടി ഡൽഹിയിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം എല്ലാ മാസവും അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയാണ് ഓണററിയുമായിട്ട് കൊടുക്കുന്നത്. ഇനി അദ്ദേഹത്തിന് എന്തൊക്കെയാണ് മറ്റുള്ള സംഭവങ്ങളെന്ന് കേട്ടുകൊള്ളുക. അദ്ദേഹം സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലെ അധ്യാപകനായിരുന്നു. അപ്പം അതുകൊണ്ടാണ് പ്രൊഫസർ KV തോമസ്. അവിടെ കൂടുതലായിട്ട് പഠിപ്പിക്കാനൊന്നും പോയില്ല, കളിച്ച് ഇറങ്ങി നടന്നു. അതിൻ്റെ ഒരു പെൻഷൻ കിട്ടുന്നുണ്ട്. MLA ആയിരുന്ന ഒരു പെൻഷൻ കിട്ടുന്നുണ്ട്. MP ആയിരുന്ന പെൻഷൻ കിട്ടുന്നുണ്ട്. ഇപ്പം ഇത്രമാത്രം പെൻഷനും കിട്ടുന്നുണ്ട്, ഏകദേശം 3 പെൻഷൻ. പിന്നെ ഈ ഗവൺമെൻറ് ഈ ഇല്ലാത്ത കേരളത്തിൽ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി നേടുന്ന കേരളത്തിൽ അയാൾക്ക് എല്ലാ മാസവും 1 ലക്ഷം രൂപ കൊടുക്കുന്നു. 3-4 പേഴ്സണൽ സ്റ്റാഫ്, സെക്യൂരിറ്റി 2-3 പോലീസുകാർ, പിന്നെ കാറ്, ഡ്രൈവറ് വേണ്ട, അങ്ങനെയുള്ള എല്ലാം കൊടുത്തിട്ട് അയാളെ ഡൽഹിയിൽ വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്നുകൂടി അറിഞ്ഞാൽ കൊള്ളാം. ഇപ്പം സിൽവർ ലൈനുമായിട്ട് ബന്ധപ്പെട്ട് അത് വീണ്ടും ചർച്ച നടത്തിയെന്ന് മാത്രമാണ് ഇത്രയും നാളും അദ്ദേഹം ഡൽഹിയിലിരുന്ന് ചെയ്തത് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്, ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ KV തോമസിനെ അവിടെ വെച്ചിരിക്കുന്നത് മറ്റുള്ള പരിപാടിക്കൊന്നുമല്ല, ഈ BJP നേതാക്കളുമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക. കാരണം ഇവർക്കെതിരെ പല കേസുകളും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതെങ്ങനെ മാറ്റാൻ സാധിക്കും, അതിനുവേണ്ടി വെച്ചിരിക്കുന്ന ഒരാളാണ് എന്നാണ് എൻ്റെ അനുമാനം. കാരണം ഒരു കാര്യം മനസ്സിലാക്കണം, 1% പോലും ആത്മാർത്ഥതയില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് KV തോമസ്. എന്ത് പറഞ്ഞാലും കോൺഗ്രസ് പാർട്ടിയാണ് അയാളെ ഇവിടം വരെ എത്തിച്ചത്. അല്ലെങ്കിൽ ഒരു കോളേജ് അധ്യാപകനായി റിട്ടയർ ചെയ്ത് ഒരു തരികിട, ആ സംഭവമാണ് ഇയാളെപ്പറ്റി പറയുന്നത്. ആൾക്കാരെ സോപ്പിട്ട് കാര്യങ്ങൾ നടത്തിയെടുക്കുക. അയാൾ തന്നെ പറഞ്ഞു അയാളെ തിരുത തോമ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. സോണിയാഗാന്ധിക്ക് തിരുത മീനും കൈതച്ചക്കയും കൊണ്ട് കൊടുത്ത് അതിനകത്ത് കയറി സ്ഥാനം പിടിച്ചു. കാരണം എവിടെ തരം താഴാനും ആരുടെ കാലെ പിടിക്കാനും KV തോമസ് അതിവിദഗ്ധനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഇപ്പം ഞാൻ ഈ ഡൽഹി എക്സ്പീരിയൻസ് വെച്ച് തന്നെ പറയുകയാണ്, കാലെ പിടിച്ച കാര്യങ്ങൾ സാധിക്കും. അതേപോലെ പിണറായി വിജയന് ഈ പല കേസുകളും കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട പല BJP നേതാക്കളെയും കണ്ട് സോപ്പിട്ട് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് ഈ തോമാച്ചിനെ അവിടെ കൊണ്ടുവച്ചേക്കുന്നത്. വേറെ പരിപാടിയൊന്നുമല്ല. വളരെ വളരെ അറിയാവുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് പറഞ്ഞ സംഭവമാണ്. അല്ലാതെ ഇയാൾക്ക് എന്ത് പരിപാടിയാണ് അവിടെ ഉള്ളത്? ഇപ്പം കേരളത്തിൽ ഇത്രമാത്രം ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി, KV തോമസ് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറയട്ടെ. കേരളം പറയുന്നു ഞങ്ങൾ പലതും കൊടുത്തു, കേന്ദ്രം തരാനുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പറയും, ധനകാര്യ വകുപ്പ് പറയുന്നു കേരളത്തിൽ നിന്ന് പല പേപ്പേഴ്സും പല അക്കൗണ്ടും പല കാര്യങ്ങളും കിട്ടിയില്ല. അതെന്താണെന്ന് KV തോമസ് പറയട്ടെ. കാരണം അതിനല്ലേ ആളെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അവിടെയും വണ്ടിയുണ്ട്, ഡ്രൈവറുണ്ട്, PS പേഴ്സണൽ സെക്യൂരിറ്റി ഉണ്ട്, വീടിൻ്റെ വാടക കൊടുക്കുന്നു. ഈ പരിപാടികളെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം എന്തുവാണ് ഈ പറയുന്ന സാമ്പത്തിക ക്രൈസിസിൽ KV തോമസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് പറയട്ടെ. അപ്പം ബേസിക്കലി വെച്ചിരിക്കുന്ന പരിപാടി പിണറായി വിജയന് വേണ്ടി പല കാര്യങ്ങളും BJP നേതാക്കളുമായിട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് KV തോമസ് അവിടെ പോയിരിക്കുന്നത്, അല്ല മറ്റൊരു കാര്യത്തിന് വേണ്ടിയൊന്നും അല്ല. കാരണം കേരളത്തിന് വേണ്ടി ലൈസൺ ചെയ്യാൻ വേണ്ടി KV തോമസിനെ കൊണ്ട് അവിടെ ഒരു കുന്തവും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിയാവുന്നവർക്കറിയാം. അത് വളരെ സത്യമാണ്. കാരണം ഇദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു എന്നതൊഴിച്ച് ഈ പറയുന്ന വെയിറ്റേജ് ഒന്നും KV തോമസിന് അവിടെ ഇല്ല. KV തോമസിനെ പറ്റി അവിടെയുള്ള ശരിക്കുമുള്ള ബ്യൂറോക്രാറ്റ്സിനും അവിടെയുള്ള പൊളിറ്റീഷ്യൻസിനും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം KV തോമസ് ആരാണെന്ന്. കാരണം സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനായിരുന്നു. ആ രീതിയിലാണ് ഫുഡ് സിവിൽ സപ്ലൈസിൻ്റെ മന്ത്രിയാകുന്നത്, അല്ലാതെ കാലിബറിൻ്റെ പേരിലല്ല.
ഇതാണ് കെ വി തോമസിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാവുന്നത്. അപ്പം അയാളെ അവിടെ വെച്ചിരിക്കുന്നത് അവിടെ പോയിരിക്കുന്ന ബി ജെ പി നേതാക്കളുടെ കാലെ പിടിച്ച് പിണറായി വിജയൻ്റെ പല കേസുകളും ബ്രിഡ്ജ് ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് കെ വി തോമസിൻ്റെ ജോലി. അത് ഗവൺമെൻറ് പോലും തുറന്നു പറയണം. അതിനുവേണ്ടി കേരള ഗവൺമെൻറ് പണം ഇത്രമാത്രം ചെലവാക്കുന്നു. അതാണ് ഏറ്റവും ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് ആ സംഭവം. ഈ രീതിയിൽ കെ വി തോമസിന് മറ്റൊരു മരിക്കുന്നിടം വരെ ഒരു പോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഈ മനുഷ്യന് പോസ്റ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. കരുണാകരൻ്റെ കാലയെ പിടിച്ചാണ് ഇവിടം വരെ കയറിയത്. പിന്നെ കരുണാകരനെ തഴഞ്ഞ് മറ്റുള്ളവരുടെ കാലയെ പിടിച്ചു. കാരണം എവിടെയും സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കാൻ കഴിവില്ലാത്തൊരു മനുഷ്യൻ. അതിനേക്കാൾ ഉപരി ആരുമായിട്ട് സിൻസിയാരിറ്റിയുടെ ഒരു അംശം പോലും ഇല്ല. അല്ലെങ്കിൽ ഇത്രയും വളർത്തിയ കോൺഗ്രസ് പാർട്ടിയെ ചതിച്ചിട്ട് അങ്ങോട്ട് പോയി. ആലോചിച്ച് നോക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ കെ വി തോമസ്. ഇതിനെപ്പറ്റിയാണ് കെ വി തോമസിനെ പറ്റി കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് വ്യക്തമായിട്ട് അറിയാം. ഇയാൾ ആരാണ്, എന്താണ്, ഇയാൾ ഏത് രീതിയിൽ പ്രവർത്തിക്കും. അതിനുവേണ്ടി പിണറായിയുടെ ശിങ്കിടിയായിട്ട് ഡൽഹിയിൽ വെച്ചിരിക്കുന്നു. അതുമാത്രമാണ് കെ വി തോമസ് ചെയ്യുന്ന ഒരേ ഒരു ജോലി.